യുദ്ധം നടന്ന മാപ്പാണ് കേട്ടോ. ഉഹദ് യുദ്ധം നടന്ന മാപ്പാണ്. ഈ മുകളിൽ കണ്ടോ, ഇതാണ് ജബൽ ഉഹദ്. ഉഹദ് മല 10 കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നു. 10 കിലോമീറ്റർ ഈ മുകളിൽ കാണുന്നത് കേട്ടോ. അതാണ് ആ കാണുന്നത് പർവ്വതം കണ്ടോ, നീളത്തിൽ നമ്മൾ കണ്ടില്ലേ, ലൈറ്റൊക്കെ കണ്ടില്ല ആ തലയ്ക്ക്. ആ പർവ്വതമാണ് ഈ നീളത്തിൽ ഇങ്ങനെ പോകുന്നത്. 10 കിലോമീറ്ററോളം കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ജബലുർ റുമാത്ത്. ജബലുർ റുമാത്ത് നിങ്ങൾ കണ്ട നമ്മുടെ വരുമ്പോൾ കണ്ടില്ലേ, ആ മുകളിൽ കാണുന്ന പർവ്വതം കേട്ടോ. ജബലുർ റുമാത്ത് അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 സഹാബിമാര് നിർത്തിയ പർവ്വതമാണത്. പിന്നെ ഇതാണ് മദീന. ഇതാണ് മദീന. ശത്രുപക്ഷം എവിടുന്നാണ് വരുന്നത്? മക്കത്ത് നിന്ന് ഉഹദ് മലയുടെ മുകളിലൂടെയാണ് ഓല് വരുന്നത്. മനസ്സിലായാലോ? ഓല് ഇതുകൂടി ഇറങ്ങി വന്നിരുന്നു മലയുടെ താഴ്വാരത്തിലൂടെ. അങ്ങനെ ഓല് എന്തിനാ വരുന്നത്? മദീനയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. മദീനയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്? മക്കത്ത് നിന്ന് മക്കാ മുശ്രിക്കീങ്ങൾ വരുന്നത്. മനസ്സിലായാലോ? അത് വരുന്നുണ്ടോ? മലയുടെ താഴ്വാരത്തിലൂടെ ഈ ചുവപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരികയാണ്. ഓരോ എത്ര സൈന്യം ഉണ്ടായിരുന്നു? 3000 അല്ലേ? 3000 അല്ലേ? 3000. എന്താണോ ജയ്ഷ് മുശ്രിക്കീന് 3000 കണ്ടോ? ആ 3000 സൈന്യം ഓരോ എന്തിനാ വരുന്നത്? മദീനയെ ആക്രമിക്കാം. ഇത് ആരറിഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. നബി തങ്ങൾ അറിഞ്ഞു എന്ന് മാത്രമല്ല, നബി തങ്ങൾക്ക് മനസ്സിലായത് ഒരു മദീനയിൽ വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ മദീനയ്ക്ക് ഒരുപാട് നാശനഷ്ടം ഉണ്ടാവും. നബി തങ്ങൾ എന്ത് ചെയ്തു? എൻ്റെ 1000 വരുന്ന അനുയായികളെ ഇങ്ങോട്ട് ഊഹദിലേക്ക് പുറപ്പെട്ടു. ഇതിപ്പോൾ വന്നു മദീനയിൽ നിന്ന് നമ്മളിപ്പോൾ വന്നതുപോലെ ഇങ്ങോട്ട് വന്നു. നമ്മൾ വണ്ടിയിലാണ് വന്ന് പോലെ നടന്നിട്ടാണ് പോകുന്നത്. അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഓരോ ഇവിടെ വെച്ച് തടയാൻ വേണ്ടി. ഓരോ ഇങ്ങനെ ഇറങ്ങിപ്പോകരുത്, തടയണം ഇവിടെ വെച്ച്. അങ്ങനെ പോകുമ്പോൾ എത്ര ആളുണ്ടായിരുന്നു? 1000 പേരുണ്ടായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ 1000 പേരിൽ നിന്ന് 300 പേര് ഇങ്ങോട്ട് മടങ്ങി, തിരിച്ചു മടങ്ങി. ഓര് ഇത് ഞങ്ങളോട് സ്നേഹമില്ലാത്ത അഭിനയിച്ച് നടക്കുന്ന ആൾക്കാരെ, മുനാഫിക്കങ്ങളായ ആളുകളെ മുനാഫിക്കിനെ 300 ചെറുതായിട്ട് മാഞ്ഞതാണ്. അതുപോലെ പിന്നോക്കം തന്നെ മടങ്ങി 300 പേര്. ബാക്കി 700 പേര് ഇങ്ങോട്ട് പോകുന്നത് ഇതിനാണ് അങ്കലത്തിൽ പോകുന്നത്. ആദ്യം നബി തങ്ങൾ എന്താ ചെയ്തത്? അമ്പലത്തിൽ വിദഗ്ധര 50 സാഹിമാരെ ജബലുർ റുമാത്ത് പറയുന്ന പർവ്വതത്തിൽ ഇരുന്നിട്ട് അവർക്കൊരു നിർദ്ദേശം കൊടുത്തു അല്ലേ? എന്താ നിർദ്ദേശം കൊടുത്ത്? ഞാൻ പറയാതെ കയറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തു. ബാക്കിയുള്ളവരൊക്കെ ഉഹദ് രണാങ്കളത്തിൽ ഇറങ്ങി. ഉഹദ് രണാങ്കളാണ് ആ കാണുന്നത്. അവിടെ തന്നെ അതിൽ ഇങ്ങനത്തെ സമ്മതിയാണ് ഉഹദ് രണാങ്കൾ. യുദ്ധമൊക്കെ നടന്ന ഉഹദ് രണാങ്കൾ നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ, കാണും. അപ്പോൾ അത് എന്താണ് മക്കാ മുശ്രിക്കീങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. ഇങ്ങനെ വന്നു ഉഹദ് രണാങ്കളത്തിലെത്തി യുദ്ധം നടന്നു. കൊടുത്തു യുദ്ധം നടന്നു. മക്കാ മുശ്രിക്കീങ്ങൾ അവിടുന്ന് വന്നു ഉഹദ് രണാങ്കളത്തിൽ വന്ന് യുദ്ധം നടന്നു. അങ്ങനെ ജബലുർ റുമാത്തിലുണ്ടായിരുന്ന 50 അമ്പെയ്ത്തുകാരുടെയൊക്കെ സഹായത്തോടുകൂടെ അതുപോലെ ഷൂട്ടിങ്ങൊക്കെ കാരണം എന്തെങ്കിലും പോലെ തിരിച്ചോടാൻ തുടങ്ങി. തിരിച്ചോടും കണ്ടോ? അതുപോലെ കൂട്ടത്തിൽപ്പെട്ട നേതാവായിരുന്നാൽ കണ്ടില്ലേ? ആ നേതാവായിരുന്നത് പിന്നീട് അദ്ദേഹം എന്തായിട്ടുണ്ട്? മുസ്ലിം ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമ്മാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തിരിച്ചോലെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സ്വത്തുകളൊക്കെ ഉഹദ് രണാങ്കളത്തിൽ നിക്ഷേപിച്ചിട്ടാണ് അവർ ഓടിയത്. ഇങ്ങനെ ഓടുമ്പോൾ നമ്മളെത്തിക്ക് പാമ്പ് പിടിച്ചാൽ നമ്മളെന്താ നമ്മളില്ല പൊക്കളൊക്കെ പാടെ വലിച്ചു കൊണ്ടുപോവാ ഇല്ല. ചുരുക്കി പറഞ്ഞ എല്ലാ സാധനവും ഇവിടെ എന്ത് ചെയ്തു? ഇതുപോലെ ഓടിയപ്പോൾ എന്ത് ചെയ്തു? സാൽമാരെ പണി പുസ്തകങ്ങളൊക്കെ ശേഖരിക്കാൻ തുടങ്ങി. ഓരോ വിചാരം എന്താ? വിജയിച്ചു കഴിഞ്ഞതാണ് വിചാരം. അപ്പോൾ എല്ലാ സാധനങ്ങളും ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന 39 പേര് ഒരു താഴെ ഇറങ്ങിയെന്ന് മാത്രമല്ല വീണ്ടും പോലെ തിരിച്ചു വന്നു. വീണ്ടും തിരിച്ചു വന്ന് ആദ്യം ചെയ്തത് 11 പേര് ആദ്യം വിളിച്ചു. അതായത് മലയുടെ മുകളിലുണ്ടായിരുന്ന 15 പേര് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? പരവധി കൊടുത്തു 70 സഹാബിമാരാണ്. സഹാബിമാര് അതേപോലെ തന്നെ തങ്ങളുടെ മുൻപല്ല് കുട്ടികൾ മനസ്സിലായാലും അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. എന്തിൻ്റെ പേരിൽ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ അതാണ് യുദ്ധം നടന്ന ചെറിയൊരു മേപ്പാണ്. മനസ്സിലായാലും ഉഹദ് യുദ്ധത്തിൽ എത്ര മക്കാ മുശ്രിക്കീങ്ങളുണ്ടായിരുന്നു? കുട്ടികളെ പഠിപ്പിച്ചവരെ എത്രയായിരുന്നു? 1000 അല്ലേ? മക്കാ മുസ്ലിങ്ങളോ 1000. എത്ര ആളുണ്ടായിരുന്നു? 700 പേര് ബാക്കിണ്ടായിരുന്നു അല്ലേ? ജബലുർ റുമാത്തിൽ എത്ര ആളുണ്ടായിരുന്നു? 50 പേര് അല്ലേ? നിങ്ങൾക്ക് പോകല്ലേ? അപ്പോൾ ഇത് എങ്ങനെ നടന്നതൊക്കെ മനസ്സിലായില്ലേ?